തവനൂരിലെ UDF-ന് എന്തെങ്കിലും വിജയസാധ്യത ഉണ്ടോ? എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ പ്രാവശ്യം കനത്ത പോരാട്ടം നടന്ന്, അതായത് ഒരു ചാരിറ്റി പ്രവർത്തകനെ കൊണ്ടുവന്നിട്ട് പോലും വിജയിക്കാൻ കഴിയാത്ത തവനൂരിൽ ഇപ്രാവശ്യം അഡ്വക്കേറ്റ് VS ജോയിനെ നിർത്തിയാൽ അത് വിജയിക്കാൻ കഴിയും. എല്ലാവർക്കും അറിയാം, VS ജോയി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പെട്ട ആളാണ്. ആ തവനൂര് മണ്ഡലത്തിൽ ക്രിസ്ത്യാനികൾ ഉണ്ടോ എന്നൊരു സംശയമായിരിക്കും. വേറെ പോലെ ഒരു 2000-ന്റെ മേലൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സ്ഥലത്ത് UDF-ന് ജയിക്കാൻ കഴിയുമോ? ഒരു ചോദ്യം തന്നെയല്ല. പക്ഷെ അഡ്വക്കേറ്റ് VS ജോയ് ഒരു അച്ചായൻ എന്നുള്ളത് ഇവിടെ ഒരു വിഷയമേ അല്ല. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലൊന്നും ഒരിക്കലും ഒരാളെ പേരിൽ ഒരു പ്രസക്തി ഇല്ല. സത്യമാണ്. കാരണം എല്ലാവർക്കും അറിയാം, തിരുവങ്ങാടിയിൽ AK ആന്റണി ജയിച്ചതാണ്. ഇദ്ദേഹത്തിന്റെ പേരിന് ഇവിടെ പ്രസക്തി ഇല്ല. UDF LDF എന്ന സംഭവത്തിനാണ് ഇവിടെ പ്രസക്തി ഉള്ളത്. അപ്പൊ ഇന്നത്തെ സാഹചര്യത്തിൽ ഇവിടെ എന്തെങ്കിലും വിജയസാധ്യത ഉണ്ടോ? KT ജലീൽ എന്ന വ്യക്തി അവിടെ തമ്പടിച്ച ഒരു 3-4 ഇലക്ഷനിലായി തുടർച്ചയായിട്ട് ജയിക്കണം. അദ്ദേഹത്തെ മറികടക്കാൻ മാത്രം ശേഷി VS ജോയി എന്ന വ്യക്തിക്കുണ്ടോ? VS ജോയി എന്ന വ്യക്തിക്ക് ഒരു പക്ഷെ വ്യക്തിപരമായിട്ട് മാത്രം അത്ര ശക്തി ഉണ്ടാവൂല. പക്ഷെ അവിടെ ഈ പ്രാവശ്യത്തുള്ള ഒരു മാറ്റം എന്താ വെച്ചാല്, കഴിഞ്ഞ തവണ അങ്ങേയറ്റം പോരാടി നിന്നപ്പോ ഉണ്ടായ റിസൾട്ട് 2185 കണ്ടില്ലേ? ഇത് മറികടക്കാന് ചില്ലറ പോരാന്ന് വെച്ചാല്, അങ്ങേയറ്റം പോരാടിയ സ്ഥലത്ത് ചില്ലറ പണി വെച്ചാൽ പണിയാണ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യമുള്ള പ്രത്യേകത എന്ന് വെച്ചാല്, സംസ്ഥാനം ഒന്നാകെ ഇടതിന് അനുകൂലമായിട്ട് ഒരു തരംഗം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ആ തരംഗം ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം തരംഗത്തെയും ഇതാക്കിയാണ്ടാണ് ഈ 17,064 2016 2185 ചുരുക്കി കൊണ്ടുവന്നത്. ഈ പ്രാവശ്യം തവനൂരിൽ VS ജോയി വലിയ ഭൂരിപക്ഷത്തിനില്ലെങ്കിലും ചെറിയ ഭൂരിപക്ഷത്തിന് ജയിക്കാൻ തന്നെയാണ് സാധ്യത. കാരണം അവിടുന്ന് വരുന്ന റിസൾട്ടുകളും ഗ്രൗണ്ട് റിപ്പോർട്ടുകളും അങ്ങനെയാണ്. UDF എക്കാലം ഇല്ലാത്ത ഒരു ഐക്യവും ശക്തമായ പ്രവർത്തനവും എല്ലാം കാഴ്ചവെച്ച്, പ്രത്യേകിച്ച് KT ജലീലിനും തന്നെ ഒരു താല്പര്യ കമ്മി ഉണ്ടായിരുന്നു നിൽക്കാണ്. കാരണം KT ജലീൽ അഗ്രഗണ്യനായ രാഷ്ട്രീയക്കാരനും ബുദ്ധിയുള്ള ആളാണ്. മൂപ്പർക്കൊക്കെ ജയം പരാജയം മണത്തറിയാനുള്ള ശേഷി ഉണ്ട്. അതുകൊണ്ടാണ് ആ 2006 ഇലക്ഷന്റെ മുമ്പ് ലീഗിൽ നിന്ന് വല്ല രാജിച്ചാണ് അങ്ങോട്ട് പോകാനുള്ള ഒരു കാരണം കൂടി അതിന്. പ്രാവശ്യം ഒപ്പം നിന്നാൽ ഒരു MLA ആ കഴിവിലുള്ള നല്ല ബുദ്ധിയുള്ള ആളെന്നെ, ഇല്ലാന്നൊന്നും പറയില്ല. അതുകൊണ്ടാണ് തവനൂരിൽ നിന്ന് KT ജലീലും വല്ല രക്ഷപ്പെടണം എന്ന്, അതായത് ഇതുവരെ പരാജയപ്പെടാത്ത ഒരാൾ എന്നുള്ള ആ ഒരു അഡ്രസ്സോട് കൂടി നിൽക്കണം എന്ന് ആഗ്രഹിച്ചത്. പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരെ മൂപ്പരെ വെറുതെ വിട്ടില്ല. അങ്ങനെ പോകാൻ പറ്റില്ല ഉള്ളൊരു ചെക്ക് മൂപ്പർക്ക് വെച്ചു. മൂപ്പരവിടെ മനസ്സോടെ നിന്നു. ഇപ്പോഴും അദ്ദേഹത്തിന് തന്നെ ഏകദേശം അദ്ദേഹത്തിന്റെ ഓരോ പ്രസംഗങ്ങളും മൊത്തത്തിൽ കേട്ടിട്ട് ആരായാലും ഒരു പരാജയത്തിന്റെ ലക്ഷണം അദ്ദേഹം തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെയുള്ള ഏക ബേജാറ് ഉണ്ടോ വെച്ചാല് UDF-ർക്ക് നല്ല ബേജാറുണ്ട്. ആ ബേജാറിന്റെ അടിസ്ഥാന കാരണം BJP വോട്ടുകൾ ഇടത്തോട്ട് മറിയുമോ എന്നൊരു പേടി എല്ലാവർക്കും ഉണ്ട്. കഴിഞ്ഞ 1-2 പ്രാവശ്യം ചെറിയ തോതിൽ താനൂരൊക്കെ സംഭവിച്ച മാതിരി വലിയ തോതിൽ ആസൂത്രിതമായിട്ട് BJP വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് മറിയുമോ എന്നുള്ള പേടിണ്ട്. അത് വലിയ തോതിൽ BJP വോട്ട് ഇടതുപക്ഷത്ത് മറിഞ്ഞില്ലാണ്ടെങ്കിൽ അവിടെ ഈ പ്രാവശ്യം തവനൂരിൽ KT ജലീൽ പരാജയപ്പെടാൻ തന്നെ ചാൻസ്. വലിയ ലീഡിനില്ലെങ്കിലും പരാജയപ്പെടാൻ തന്നെയാണ് ചാൻസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.